ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. ചെന്നൈയുടെ നായക സ്ഥാനത്തു നിന്നും ധോണി പടിയിറങ്ങുന്നു. ധോണി പിന്മാറി. ധോണി തന്നെ പുതിയൊരു നായകനെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഋതുരാജ് ഗേക്വാദിനെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റനായിട്ട് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യ മത്സരം റോയൽ ചലഞ്ചേഴ്സിലുള്ള മത്സരത്തോടു കൂടി അരങ്ങേറ്റം കുറിക്കുകയാണ് ഋതുരാജ് ഗേക്വാദ് ക്യാപ്റ്റൻസിയിൽ ചെന്നൈയുടെ ക്യാപ്റ്റനായിട്ട്. അപ്പോൾ ഈ ഒരു റോളിലേക്ക് ധോണി തന്നെയാണ് അദ്ദേഹത്തിനെ നിയമിച്ചത് എന്നും പരിശീലകൻ ക്ലെമിംഗ് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത്. ധോണി അദ്ദേഹത്തിൻ്റെ ശൈലിയിലാണ് ഇക്കാര്യം പറഞ്ഞത്. പലരും വികാരഭരിതരായിരുന്നു, എന്നാൽ ഋതുരാജിൻ്റെ ക്യാപ്റ്റൻസി എല്ലാവരെയും സന്തോഷവാന്മാരാക്കുന്നു എന്നും ക്ലെമിൻ പറയുന്നുണ്ട്. അപ്പോൾ ചെന്നൈയുടെ ക്യാപ്റ്റൻസിയിൽ നിന്നും ധോണി ഒഴിഞ്ഞ് ഋതുരാജിനെ ഈ സീസണിൽ 17ാമത്തെ സീസണിൽ ഋതുരാജ് ഗേക്വാദാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻ. അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യ മത്സരം ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. റോയൽ ചലഞ്ചേഴ്സും ചെന്നൈയും തമ്മിലുള്ള മത്സരം ആരംഭിക്കാൻ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഡെയിലി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാം.